അപ്പൊ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചില ലെസ് ഇൻഡസ്ട്രി സർജറികളിൽ കേട്ടോ. അതോടൊപ്പം മറ്റൊരു ഉപയോഗം നമ്മൾ എന്താണ് പറഞ്ഞത്, റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട്, അതും ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അനസ്തേഷ്യ അല്ലെ. അനസ്തേഷ്യയുടെ സമയത്തും അനസ്തേഷ്യക്ക് ശേഷവും ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇത്രയും വലിയൊരു ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചൊക്കെ നോക്കിയോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? എല്ലാവരും വായിച്ചു നോക്കിയോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ബാക്കിയുള്ളത് നോക്കാട്ടെ. ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണേ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് നൈട്രജൻ ഗ്യാസ് ആണ് കേട്ടോ. നൈട്രജൻ ഗ്യാസ് അഥവാ മെഡിക്കൽ ലിക്വിഡ് നൈട്രജനെ പറ്റിയിട്ട് അതിന്റെ ഉപയോഗങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അതിലെ ഏറ്റവും കൂടുതൽ ഉപയോഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ ഗ്യാസിനെ പറ്റിയിട്ടാണ് കേട്ടോ. 4 പോയിന്റുകൾ ഉണ്ട്. അപ്പൊ ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം. നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ദ ക്രയോ സർജറി ടു റിമൂവ് സം ക്യാൻസേഴ്സ് ആൻഡ് സ്കിൻ ലെഷൻസ്. അവിടെ വരെ പറയുന്നത് ബെസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ആണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന മെഡിക്കൽ വാതകം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? മെഡിക്കൽ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ഫോർ ക്രയോ സർജറി. ഓക്കെ, എന്താണ് ക്രയോ സർജറി എന്ന് പറഞ്ഞാല്? ക്രയോ സർജറി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ക്രയോ തെറാപ്പി എന്നൊക്കെ നമുക്ക് വേണ്ടതെങ്കിൽ പറയാം. എന്താണ് ക്രയോ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. അതൊരു മെഡിക്കൽ പ്രൊസീജിയർ ആണ്. that uses extremely low temperature എന്ന് വെച്ചാൽ വളരെയധികം താഴ്ന്ന ടെമ്പറേച്ചർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ഡാമേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസുകള്, സെല്ലുകള്, അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രയോ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ക്രയോ സർജറി എന്ന് പറഞ്ഞാല്? ക്രയോ സർജറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്രയോ തെറാപ്പി എന്നും പറയും കേട്ടോ. അതായത് നമ്മൾ വളരെയധികം താഴ്ന്ന ടെമ്പറേച്ചറിൽ, എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചറിൽ നമ്മൾ ഡാമേജ്ഡ് ആയിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള ടിഷ്യൂസുകള്, അതുപോലെ തന്നെ സെല്ലുകള്, ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളൊക്കെയാണ് അതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട്, നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ക്രയോ സർജറി അഥവാ ക്രയോ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ക്രയോ സർജറിയിലെ ക്രയോജനിക് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണെന്നറിയോ? ഈ പറയുന്ന ലിക്വിഡ് നൈട്രജനെയാണ്. കാര്യം ഞാൻ പറഞ്ഞു, വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആണ്. എന്തുണ്ടാന്ന് വെച്ചാല് നമ്മൾ ഈ ക്യാൻസർ സെല്ലിന് മാത്രമല്ല, നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന ഈ വാട്സ്, മോട്സ്, ഇങ്ങനെ മറുകുകൾ, അതൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ളതിനെയൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ക്രയോ സർജറി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ക്രയോ പ്രോബ് ഉണ്ട്. ആ ക്രയോ പ്രോബ് നമ്മൾ ആ ഭാഗത്തേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഈ പറയുന്ന നൈട്രജൻ ഉള്ള ആറുകളും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഈ നൈട്രജൻ ഉപയോഗിച്ചിട്ട് ആ ഒരു ഡാമേജ് ആയിട്ടുള്ള സെല്ലുകളെ ഫ്രീസ് ചെയ്യും. കാര്യം വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആണ്. എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രീം കോൾഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡാമേജ് ആയിട്ടുള്ള സെല്ലുകളെ എന്ത് ചെയ്യും? ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ആ സെല്ലുകൾ അവിടെ നശിച്ചു പോകും. ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലുകളെയാണ് നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്. അതോടുകൂടി ആ സെല്ലുകൾ അതോടുകൂടി കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്തു പോകും. അങ്ങനെയാണ് ആ ഒരു സർജറി ചെയ്യുന്നത്. അതൊന്നും നമുക്ക് അറിയണ്ട, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഈ പറയുന്ന ക്യാൻസേഴ്സ് ആയിട്ടുള്ള അതുപോലെ സ്കിൻ ലെഷൻസ്, സ്കിന്നിൽ ഉണ്ടാവുന്ന ക്ഷതങ്ങൾ, ഈ പറയുന്ന വാട്സ്, അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ക്രയോ സർജറിയിൽ എന്ത് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ. നൈട്രജൻ ഗ്യാസ് വിച്ച് ഈസ് നോൺ ആസ് ദ ക്രയോജനിക് മെഡിക്കൽ ഗ്യാസ് എന്നറിയപ്പെടുന്നത്. ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന മെഡിക്കൽ വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് അത് നൈട്രജൻ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഒന്നാമത്തെ കേട്ടോ. രണ്ടാമത്തെ നോക്കിയേ. ആൻഡ് ആൾസോ ഫോർ ദ സ്റ്റോറേജ് ഓഫ് ടിഷ്യൂസ്, സെൽസ് ആൻഡ് ബ്ലഡ് ഇൻ ദ ക്രയോജനിക് ടെമ്പറേച്ചർ കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾസ്. അതുകൂടാതെ നമ്മൾ ഈ പറയുന്ന ടിഷ്യൂസുകള്, സെല്ലുകള്,
പിന്നെ ഈ പറയുന്ന ബ്ലഡ് അല്ലെ, ബ്ലഡ് പോലുള്ള ക്ലിനിക്കൽ സിസ്റ്റത്തിലൊക്കെ വളരെയധികം താഴ്ന്ന ടെമ്പറേച്ചറിൽ, ഇതിനെയാണ് നമ്മൾ ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഈ ക്രയോജനിക് ടെമ്പറേച്ചറിൽ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? നൈട്രജൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചു വെക്കുന്നത്? എന്തിനാണ്? വളരെ താഴ്ന്ന ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ദ സാമ്പിൾസ്. അതായത് ഇത്തരം സാമ്പിളുകളുടെ ഓക്സിഡേഷൻ ഒഴിവാക്കാനായിട്ടാണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ വായുവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം സ്പെസിമെനുകൾ ഓക്സിജനുമായിട്ട്, അതായത് നമ്മുടെ എയറിലുള്ള വായുവുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ അതിന്റെ കെമിക്കൽ കോമ്പോസിഷനിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരും, ചേഞ്ചസുകൾ വരും. അതൊന്നും വരാതിരിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വളരെ താഴ്ന്ന ടെമ്പറേച്ചർ ആണ്. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രീം കോൾഡ് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ ഉപയോഗം. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ, ഇറ്റ് ക്യാൻ ആൾസോ ബി യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് എ മെഡിക്കൽ ഗ്യാസ് മിക്സ്ചർ ഫോർ ദ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ്. ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയൂ അല്ലെ. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ഈ ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? LFT ചെയ്യാറുണ്ട് കേട്ടോ. LFT അല്ല, സോറി, പൾമണറി PFT ആണ് കേട്ടോ. സോറി, LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. PFT അതായത് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് അഥവാ ലങ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഈ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകങ്ങളുടെ മിശ്രിതത്തിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അത് മൂന്നാമത്തെ ഉപയോഗം കേട്ടോ. എന്നാല് ലങ് ഫംഗ്ഷൻ ടെസ്റ്റില്, അതായത് പൾമണറി ഫംഗ്ഷണൽ ടെസ്റ്റില് ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകങ്ങളുടെ മിശ്രിതത്തിന്റെ ഭാഗമായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു കേട്ടോ. അത് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടെ അതിനകത്തുണ്ട്. എന്താണത്? നൈട്രജൻ ആസ് എ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു പവർ ദ ടൂൾസ് ഇൻ പ്ലേസസ് where they do not have an instrument air. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് എയർ, നമുക്ക് ഇങ്ങനെ പറയുന്ന മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ മറ്റൊക്കെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് വായു ആവശ്യമായിട്ട് വരും. ഓക്കെ, അങ്ങനത്തെ വിധത്തിലുള്ള ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് ടൂൾസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ പവർ ചെയ്യാനായിട്ട്, ഓക്കെ, അതിനെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നൈട്രജൻ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് നൈട്രജൻ ഗ്യാസിന്റെ യൂസസ് നിങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 പോയിന്റുകൾ കൂടെ ഓർമ്മിക്കാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ക്രയോ സർജറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ക്രയോ സർജറി എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് വളരെയധികം താഴ്ന്ന ടെമ്പറേച്ചറിൽ നമ്മൾ ഈ പറയുന്ന നോർമൽ ആയിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിനെ, സെല്ലുകളെ, ക്യാൻസർ സെല്ലുകളെ, സ്കിൻ ലെഷൻസിനെ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആണ് ക്രയോ സർജറി എന്ന് പറയുന്നത്. അപ്പൊ അതില് ക്രയോജനിക് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നൈട്രജൻ ഗ്യാസിനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ടിഷ്യൂസ്, സെല്ലുകള്, ബ്ലഡ്, അതിനെയൊക്കെ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വാതക മിശ്രിതങ്ങളുടെ ഒരു പാർട്ടായിട്ടും ഒരു ഭാഗമായിട്ടും നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളിലെ ടൂൾസുകളെ, തരത്തിലുള്ള ടൂൾസുകളെ പ്രവർത്തിപ്പിക്കുന്നതിനായിട്ടുള്ള പവർ ചെയ്യുന്നതിനുള്ള വാതകമായിട്ടും നൈട്രജൻ ഗ്യാസിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. 4 ഉപയോഗങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ, മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് കംസ് ഫ്രം എ മൾട്ടിപ്പിൾ ഓഫ് സിലിണ്ടേഴ്സ് ആൻഡ് ഈസ് പൈപ്ഡ് അറ്റ് എ പ്രഷർ വിത്ത് എൻ അലാം സിസ്റ്റം അറ്റ് ദ സോഴ്സ് ആൻഡ് ഓൺ ദ യൂസ് സൈഡ് കേട്ടോ. അതായത് സാധാരണ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നൈട്രജൻ ഗ്യാസുകൾ നമ്മൾ സിലിണ്ടറുകളിലായിട്ടാണ് കൊണ്ടുവരാറ് കേട്ടോ. സിലിണ്ടറുകളിലാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഈസ് പൈപ്ഡ് അറ്റ് പ്രഷർ വിത്ത് എൻ അലാം സിസ്റ്റം അറ്റ് ദ സോഴ്സ്. നമുക്കറിയാം, നമ്മൾ ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ എല്ലാ മെഡിക്കൽ വാതകങ്ങളും, നൈട്രജൻ മാത്രമല്ല എല്ലാ മെഡിക്കൽ വാതകങ്ങളിലും നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ വാതകങ്ങളെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നത് കേട്ടോ. വെറുതെ മെഡിക്കൽ ഗ്യാസ് ഒന്ന് കടത്തിവിടണ്ട, നമുക്ക് അതിനതിൻ്റെതായ ഒരു പ്രഷർ ഉണ്ട്. ഓക്കെ, ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ വാതകങ്ങൾ പൈപ്പ് ലൈൻ സംവിധാനത്തിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ അതുപോലെ തന്നെ നൈട്രജനും എന്താണ്? ഇറ്റ് ഈസ് പൈപ്ഡ് അറ്റ് പ്രഷർ അല്ലെ, അതായത് പ്രത്യേക പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടുന്നു. വിത്ത് ആൻ അലാം സിസ്റ്റം അറ്റ് ദ സോഴ്സ് ആൻഡ് ഓൺ ദ യൂസ് സെന്റർ. അതുപോലെ തന്നെ ആ സോഴ്സ് സൈറ്റിലും, അതായത് പൈപ്പ് ലൈനിന്റെ ആ തുടക്ക ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ആ നൈട്രജൻ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആ സോഴ്സിന്റെ ഭാഗത്തും
അതുപോലെ അതിന്റെ യൂസ് സൈറ്റ് എവിടെയാണോ നമ്മൾ ആ മെഡിക്കൽ വാതകങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ എൻഡ് സൈറ്റ് ഉണ്ടല്ലോ, ആ യൂസ് സൈറ്റ് അവിടെ ആ ഒരു ഫൈനൽ സൈറ്റുകൾ എന്ത് വെക്കുന്നുണ്ട്, അലാം സംവിധാനങ്ങൾ വെക്കുന്നുണ്ട്. നമ്മൾ എന്തിനാ ഇങ്ങനെ അലാം സിസ്റ്റങ്ങളൊക്കെ വെക്കുന്നതിന്റെ കാരണം എന്താണ്? നമ്മളിങ്ങനെ മെഡിക്കൽ വാതകങ്ങള് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടാണ്. നമുക്കറിയില്ല പൈപ്പ് ലൈനിലൂടെ കടന്നു പോകുന്ന എന്തെങ്കിലും അവിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നിട്ട് എന്തെങ്കിലും ചിലപ്പോൾ അതുപോലെ പ്രഷറിൽ വല്ല വാരിയേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകളോ അല്ലെങ്കിൽ വല്ല ബ്ലോക്കോ അല്ലെ അങ്ങനെ എന്തെങ്കിലും വാരിയേഷൻസ് അല്ലെ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കാര്യം പൈപ്പിലൂടെ കടന്നു പോകാണ്, നമ്മൾ കാണുന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടെങ്കിൽ അത് പുറത്തറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള അലാം സംവിധാനങ്ങൾ അവിടെ വെക്കുന്നത് കേട്ടോ. അതിപ്പോ നൈട്രജൻ ഗ്യാസിന്റെ കാര്യം മാത്രമല്ല, എല്ലാ മെഡിക്കൽ വാതകങ്ങൾ അല്ലെങ്കിൽ പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ കമ്പോണന്റ് പഠിക്കുമ്പോൾ അലാം സിസ്റ്റം അതിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? നൈട്രജൻ ഗ്യാസിന്റെ ഉപയോഗങ്ങൾ ഓക്കെയാണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി 4 പോയിന്റുകൾ കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 5ാമത്തെ മെഡിക്കൽ വാതകം പഠിക്കാം. അതാണ് എന്ത്? നൈട്രസ് ഓക്സൈഡ് കേട്ടോ. N2O എന്നാണ് പറയാ. നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡിനെ പറ്റി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഗ്യാസ്. അത് പലപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന മെഡിക്കൽ വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. നമ്മൾ PSC പരീക്ഷകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് കേട്ടിട്ടുണ്ടാവും. അത് ആദ്യമായിട്ടാണ് അറിയുന്നത്. ചിലവർ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, കേട്ടിട്ടുണ്ടാവും. അതാണ് എന്ത്? നൈട്രസ് ഓക്സൈഡ് കേട്ടോ. N2O എന്നാണ് പറയുന്നത്. അതൊരു മെഡിക്കൽ വാതകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് is a medical gas commonly known as the laughing gas കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. Which medical gas is known as the laughing gas കേട്ടോ. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ഓക്കെ, അപ്പൊ laughing gas. ഇനി നോക്കാം. The medical gas is used in numerous surgical procedures as both an anesthetic and analgesic. അതെല്ലാം ചെയ്ത് വെച്ച് നൈട്രസ് ഓക്സൈഡ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ബോത്ത് അനസ്തെറ്റിക് ആൻഡ് അനാൾജസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനാൾജസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ കില്ലർ ആയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മനസ്സിലായോ? നൈട്രസ് ഓക്സൈഡിന്റെ ഉപയോഗം ഇത്രയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ബോത്ത് അനസ്തെറ്റിക് ആൻഡ് അനാൾജസ്റ്റിക് കേട്ടോ. അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ടും അതുപോലെ അനാൾജസ്റ്റിക് പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ വാതകമാണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇതിന് ചിരിപ്പിക്കുന്ന വാതകം എന്ന് പറയുന്നത്? നമ്മൾ അത് സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കും. അതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനൊരു യൂഫോറിക് ഇഫക്റ്റ് ഉണ്ട് കേട്ടോ. യൂഫോറിക് ഇഫക്റ്റ് എന്നാണ് ഇതിന് പറയാം. അതായത് നമ്മൾ ആ മെഡിക്കൽ വാതകം ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലേക്ക് ചേരുമ്പോൾ നമുക്ക് വളരെയധികം ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുക. ഓക്കെ, അതായത് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് ആയിരിക്കാം വളരെ പ്ലസന്റ് ആയിട്ടുള്ള അല്ലെ, വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മൂഡിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ സ്ട്രെസ് ഒക്കെ കുറയുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിന് ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇത് അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കും. നമുക്കറിയാം നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന എപ്പോഴാ? സർജിക്കൽ പ്രൊസീജിയറിന് മുമ്പായിട്ട് അല്ലെ. അപ്പൊ ഒരു സർജറിക്ക് മുമ്പായിട്ട് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡി വളരെയധികം കാം ആൻഡ് ക്വൈറ്റ് ആയിരിക്കും അല്ലെ. എന്താണ് ഇത് പറയുക? ഡെന്റൽ കണക്റ്റഡ് ആയിട്ട് വരുമോ? ഡെന്റൽ കണക്റ്റഡ് ആയിട്ട് വരുന്ന പെയിനോ? അല്ല, എന്താണ് ഡെന്റൽ കണക്റ്റഡ് ആയിട്ട് വരുമോ പെയിൻ? ഡെന്റൽ കണക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ അനസ്തെറ്റിക് ഗ്യാസ് ഡെന്റൽ കണക്റ്റഡ് ആയിട്ട് വരില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല അവർ പറയുന്നത്. അതായത് അതുകൊണ്ടല്ല കേട്ടോ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയാൻ കാരണം. ദാറ്റ് മീൻസ് നമ്മൾ അത് ആ ഒരു സ്മെല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ ചേരുമ്പോൾ നമുക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഉണ്ടാകുന്നത്. സോ അത് അനസ്തെറ്റിക് ഗ്യാസ് ആയിട്ടും അനാൾജസിക് ആയിട്ടും ഉപയോഗപ്പെടുത്തുന്നു കേട്ടോ. ആ 2 പോയിന്റുകളും നോട്ട് ചെയ്ത് വെക്കാം. 6ാമത്തെ മെഡിക്കൽ ഗ്യാസ് വാക്വം ആണ് കേട്ടോ. വാക്വം എന്ന് പറഞ്ഞാൽ വൈറ്റ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ദ പേഷ്യന്റ് ട്രെയിനിങ്, ആസ്പിറേഷൻ ആൻഡ് സക്ഷൻ. ഇതിന്റെ എല്ലാത്തിന്റെ മീനിങ് ഒന്ന് തന്നെയാണ് കേട്ടോ. ട്രെയിനിങ് എന്ന് പറഞ്ഞാലും
ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ, സക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഫ്ലൂയിഡ്സ് കേട്ടോ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ദ ഫ്ലൂയിഡ്സ്, ഗ്യാസസ് ആൻഡ് അതർ സബ്സ്റ്റൻസ് ഫ്രം ദ പേഷ്യന്റ് ബോഡി. നമ്മളൊരു പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്നും നമ്മൾ ഈ പറയുന്ന ബ്ലഡ് പോലെയുള്ള ഫ്ലൂയിഡ്സുകളായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സബ്സ്റ്റൻസുകൾ അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്. അത് നമ്മൾ സക്ക് ചെയ്തുകൊണ്ട്, വാക്വം ഉപയോഗിക്കാൻ അറിയാലോ, ഇപ്പൊ വാക്വം കൊടുക്കുന്നത് സക്ക് ചെയ്തതിന് വലിച്ചെടുക്കും അല്ലെ. ആ രീതിയിൽ നമ്മുടെ ബോഡിക്ക് അടുത്തുള്ള ഈ പറയുന്ന ഫ്ലൂയിഡ്സുകളോ മറ്റേതെങ്കിലും സബ്സ്റ്റൻസുകളോ അതിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രെയിനിങ് എന്ന് പറയുന്നത്. ആസ്പിറേഷൻ അഥവാ സക്ഷൻ എന്ന് പറയുന്നത്. അതെ, ഡെലിവറിയുടെ സമയത്ത് അത് വാക്വം ഡെലിവറി ഉണ്ട് അല്ലെ, നമ്മൾ വലിച്ചെടുക്കുന്നത് അല്ലെ. ഇവിടെ മെയിനായിട്ട് ട്രെയിനിങ്ങിന്, ആസ്പിറേഷന്, സക്ഷന് എങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? വാക്വം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് ഉപയോഗിക്കുന്നത്? വാക്വം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഈ സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർജറി ചെയ്യുന്നുണ്ട്, സ്കിന്നിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് വരും അല്ലെ, ബ്ലീഡിങ് വരും. അപ്പൊ നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഒരു ഓപ്പറേഷൻ ചെയ്യാണ്, ഒരു സർജറി ചെയ്യാന്ന് വിചാരിക്കാം. ഈ സർജറി ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ ബ്ലഡ് വന്ന് നിറയും. ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. ബ്ലഡിനെ നമ്മൾ ഇങ്ങനെ സക്ക് ചെയ്ത് എടുക്കണം അല്ലെ. ഓക്കെ, അപ്പൊ അതിനൊക്കെ ആയിട്ട് 5 ഡെലിവറി ടൈമിൽ അത് ചെയ്യാറുണ്ട് അല്ലെ, ചെയ്യുന്നതാണ്. സോ അങ്ങനെയുള്ള ഡ്രെയിനിങ്, ആസ്പിറേഷൻ, സക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വാക്വം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കി, ദിസ് മീൻസ് ദാറ്റ് മെഡിക്കൽ വാക്വം ഇൻ എ ഹോസ്പിറ്റൽ സപ്പോർട്ട്സ് സക്ഷൻ എക്യുപ്മെന്റ്. അപ്പൊ കൂടുതലും ഈ വാക്വം ഏതിനെയായിരിക്കും കൂടുതൽ ഉപയോഗിക്കാം? സക്ഷൻ എക്യുപ്മെന്റുകളെയാണ് കൂടുതൽ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. നിങ്ങളിനി മെഡിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ പഠിക്കും. ഇപ്പൊ സക്ഷൻ പമ്പൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സക്ഷൻ എക്യുപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഭാഗം അല്ലെ, ദാറ്റ് ഈസ് വാക്വം ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? വാക്വം വിൽ വാരി അക്രോസ് ദ പൈപ്പ് ലൈൻ. ഇപ്പോ ഒരു പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ വാക്വം കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും വാരിയേഷൻസ് ഉണ്ടാകാം. ബട്ട് ഈസ് കോമൺലി മെയിൻറ്റൈൻഡ് അറൗണ്ട് 75 കിലോ പാസ്കൽ. പക്ഷെ പൊതുവെ ഒരു 75 കിലോ പാസ്കൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് അതൊന്നും അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. വാക്വം ഏകദേശം പൈപ്പ് ലൈൻ സംവിധാനങ്ങളിൽ വാരിയേഷൻസ് ഉണ്ടാവാം. ഇത് കടന്നു പോകുമ്പോൾ വാരിയേഷൻസുകൾ കാണിക്കാറുണ്ട്. പക്ഷെ പൊതുവെ ഒരു 75 കിലോ പാസ്കൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ വാക്വത്തിനെ പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്രയാണ് 75 കിലോ പാസ്കൽ. ഓക്കെ, പാസ്കലിന്റെ യൂണിറ്റ് ആണ്, പ്രഷറിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അടുത്തതാണ് കംപ്രസ്ഡ് എയർ ആണ് കേട്ടോ. കംപ്രസ്ഡ് എയർ, ഈ കംപ്രസ്ഡ് എയറിന്റെ പ്രത്യേകത എന്താണ് നോക്കാം. കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസസ്. നമ്മൾ തുടക്കം ഒരു മെഡിക്കൽ എയർ പറഞ്ഞപ്പോ അപ്പോഴും നമ്മൾ പറഞ്ഞു മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് എയർ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ അത് മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമല്ല, നമ്മള് നോൺ മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് പറഞ്ഞു? ഒരു കംപ്രസ്ഡ് എയറിന് മാത്രം പറയുന്നു കേട്ടോ. ഓക്കെ, മറ്റതുപോലെ തന്നെ സാധാരണ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും കൂടിയ ഒരു പ്രഷറില് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ എയറിനെ കംപ്രസ് ചെയ്യാണ് അല്ലെ. ഓക്കെ, അപ്പൊ അത് പക്ഷെ മെഡിക്കൽ എയർ പോലെ അത്ര പ്യൂരിഫൈഡ് ആയിരിക്കില്ല കംപ്രസ്ഡ് എയർ കേട്ടോ. ഓക്കെ, മെഡിക്കൽ എയർ എന്ന് പറയുന്നത് വളരെ പ്യൂരിഫൈഡ് ആയിരിക്കാൻ, ബിക്കോസ് എന്താണ്? ദാറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ദ മെഡിക്കൽ പർപ്പസ് ഓൺലി അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കംപ്രസ്ഡ് എയർ ഇസ് യൂസ്ഡ് ഫോർ ബോത്ത് മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസ്. രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നോൺ മെഡിക്കൽ ആണല്ലോ, അതുകൊണ്ടാണ് തന്നെ പറയുന്നത്. മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്, മെഡിക്കൽ യൂസ് എന്തൊക്കെയുണ്ട്? ലബോറട്ടറി വർക്ക്, ഇൻഹേലേഷൻ തെറാപ്പി ആൻഡ് കവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇൻഹേലേഷൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നുണ്ട്, സർജിക്കൽ ടൂൾസുകൾ കവർ ചെയ്യുന്നതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നോൺ മെഡിക്കൽ പർപ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കംപ്രസ്ഡ് എയർ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കിട്ടിയോ നിങ്ങൾക്ക്? ഏത് മെഡിക്കൽ ഗ്യാസുകളും അതിന്റെ ഉപയോഗങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ മെഡിക്കൽ എയർ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് റൂമിലാണ്. ഓക്കെ, ഓക്സിജൻ നമുക്ക് തെറ്റില്ല. ഇൻഹേലേഷൻ തെറാപ്പിക്കും റീസസിറ്റേഷനും വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണ്. കാർബൺ ഡയോക്സൈഡ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇൻസഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ടും അതുപോലെ റെസ്പിറേഷൻ സ്റ്റിമുലേഷൻ നമ്മൾ
നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നു. നൈട്രജൻ ആണ് കൂടുതൽ പഠിക്കാനുള്ളത് അല്ലെ. നൈട്രജൻ ഗ്യാസ് നമ്മൾ ക്രയോ സർജറിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ക്രയോജനിക് ടെമ്പറേച്ചറിൽ സമീപ താഴ്ന്ന ടെമ്പറേച്ചറിൽ ബ്ലഡ് സെല്ല് ടിഷ്യൂവിനെയൊക്കെ എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് നമ്മള് നൈട്രജൻ ഗ്യാസ്. ക്രയോജനിക് ഏജന്റ് ഏതെന്ന് ചോദിച്ചാൽ അത് നൈട്രജൻ ഗ്യാസ് ആണ് കേട്ടോ. അതുപോലെ ലങ് ഫംഗ്ഷൻ ടെസ്റ്റില് വാതക മിശ്രിതങ്ങളുടെ ഭാഗമായിട്ട് നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളില് എന്താണ് പവർ ലയിക്കുന്നതിന് നമ്മൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നു. നൈട്രസ് ഓക്സൈഡ് എന്താ നമ്മൾ പഠിച്ചത്? ലാഫിംഗ് ഗ്യാസ് ആണ്. എന്താണ് ഇതിന്റെ പർപ്പസ്? അനസ്തെറ്റിക് ആൻഡ് അനാൽജസിക് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. വാക്വം എന്തിനാ ഉപയോഗിക്കുന്നത്? ഡ്രെയിനിങ്, ആസ്പിറേഷൻ ആൻഡ് സക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ വാക്വം സാധാരണ ഏതൊരു പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ പൈപ്പ് ലൈനിലൂടെ കടത്തി വിടുന്നത്? അറൗണ്ട് 75 നോട്ട് ചെയ്ത് വെക്കുന്ന 75 കിലോ പാസ്കൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് കടത്തി വിടുന്നത്. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ എന്താണ്? മെഡിക്കൽ എയറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കംപ്രസ്ഡ് എയർ ഇസ് യൂസ്ഡ് ബോത്ത് എന്തിന് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്, നോൺ മെഡിക്കൽ പർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ പർപ്പസ് എടുത്ത് പറയുകയാണെങ്കിൽ ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി, പവർ സർജറി യൂസിലുണ്ട് ഉപയോഗപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ അത് കഴിയും കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ മെഡിക്കൽ വാതകങ്ങളുടെയും ഉപയോഗം നിങ്ങൾ പഠിച്ചു വെക്കുന്നു. ഇനി നമുക്ക് മെയിൻ ഭാഗത്തേക്ക് കടക്കാം. ഓക്കെ, നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ നമ്മൾ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ കമ്പോണൻസുകൾ ഫസ്റ്റ് ഒന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇത് വായിച്ചുകൊണ്ട് മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, പിക്ചർ കാണിക്കേണ്ടി വരും. അപ്പൊ കുറച്ച് പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ നോക്കിയിട്ട് നമുക്കത് പഠിക്കാം കേട്ടോ. അല്ലെങ്കിൽ അത് മനസ്സിലാവില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലാവില്ല. ഓക്കെ, സിസ്റ്റം കമ്പോണൻസ് ഓഫ് സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം കേട്ടോ. അപ്പൊ പ്രധാനമായിട്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ എന്തൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കാം, നമുക്ക് പഠിക്കാനുള്ളത് 6 കമ്പോണന്റുകളാണ് കേട്ടോ. ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 6 കമ്പോണന്റുകളാണ് ഉള്ളത്. ഇതൊക്കെയാണ് 6 കമ്പോണന്റുകൾ. ഫസ്റ്റ് വരുന്നത് സോഴ്സസ് ഓഫ് സപ്ലൈ. ഇതാണ് സോഴ്സസ് ഓഫ് സപ്ലൈ. സോഴ്സസ് ആണ് ഒന്നാമത്തെ കമ്പോണന്റ് അല്ലെ. കാര്യം നമുക്കറിയാം, മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാനായിട്ട് അവിടെ ഒരു സ്രോതസ് ഉണ്ടാവുന്നു അല്ലെ, സോഴ്സ് ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ, അതാണ് എന്ത് ഒന്നാമത്തെ കമ്പോണന്റ്. നമുക്ക് തന്നെ ആലോചിച്ചാൽ കിട്ടും, എളുപ്പം കിട്ടുന്ന കാര്യമാണ് സോഴ്സ് സപ്ലൈ. പിന്നെ രണ്ടാമത്തെ കമ്പോണന്റ് എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്കുകളാണ്. അതാണ് പൈപ്പിംഗ് സംവിധാനങ്ങളാണ്. ഈ പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിന്റെ റോൾ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് അല്ലെ. നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് അല്ലെ. ഈ പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ ഗ്യാസിനെ നമ്മൾ പല ഏരിയകളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ അതിന്റെ റോൾ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് ദ മെഡിക്കൽ ഗ്യാസ്. മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഏതാണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ്. അങ്ങനെ ചോദിക്കാം കേട്ടോ, ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പിന്നെ നമ്മൾ ഓക്കെ ആയി പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടത്തിവിടും. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു അല്ലെ, ഈ പൈപ്പ് ലൈനിലൂടെ ചുമ്മാ തന്നെ നമ്മൾ കടത്തിവിടുകയാണോ ചെയ്യുന്നത്? അല്ല, നമുക്ക് അതിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം അല്ലെ. വെറുതെ കടത്തിവിടാനായിട്ട് പറ്റില്ല അല്ലെ. പിന്നെയോ അതിന്റെ ഒരു ഫ്ലോ എന്ന് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ പൈപ്പ് ലൈനിലൂടെ എന്താണ് മെഡിക്കൽ ഗ്യാസിന് കടത്തിവിടാം അല്ലെ. അങ്ങനെ ആ ഒരു ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്? വാൽവുകൾ ഉണ്ട്. അതാണ് മൂന്നാമത്തെ കമ്പോണന്റ്. അതാണ് വാൽവ്. നമ്മൾ എന്തിനാ ഈ വാൽവുകൾ വെക്കുന്നത്? എന്തിനാ? ഈ പറയുന്ന ഒഴുക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് അല്ലെ. അതിപ്പോ ലിക്വിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, കിട്ടിയ മൂന്നാമത്തെ കമ്പോണന്റ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് കമ്പോണന്റ് ഓഫ് ദ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസ് എന്ന് ചോദിച്ചാൽ ഏത് കമ്പോണന്റ് ആണ്? വാൽവുകളാണ് അല്ലെ. വാൽവ്സ് കേട്ടോ. അപ്പൊ ഓക്കെ ആണല്ലോ. ദെൻ നാലാമത്തെ കമ്പോണന്റ് എന്താണ്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് ആണ് അല്ലെ. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് അല്ലെ. അതായത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ അല്ലെ. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. എന്തിനായിരിക്കും വാർണിംഗ് അലാം സിസ്റ്റംസ്? ഫോർ മോണിറ്ററിംഗ് പർപ്പസ് അല്ലെ. മോണിറ്റർ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് കടന്നു പോകുമ്പോ അതിനകത്ത് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട്, അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെക്കുന്നുണ്ട്?
വാർണിംഗ് ആൻഡ് അലാം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തതോ 5ാമത്തെ കമ്പോണന്റ് എന്താണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ് അല്ലെ. എന്താണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്? ഔട്ട്ലെറ്റുകൾ ഇൻലെറ്റുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു സപ്ലൈ ദ ഗ്യാസസ് അല്ലെ. ഗ്യാസസിനെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും ഉപയോഗിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? ഒന്ന് വന്നിട്ട് സോഴ്സിൽ നിന്ന് പൈപ്പ് ലൈനിലോട്ട് ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക, മറ്റൊന്ന് പൈപ്പ് ലൈനിൽ നിന്ന് എക്യുപ്മെന്റിലോട്ട് ഗ്യാസിനെ സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. രണ്ടിന്റെ പർപ്പസ് എന്ത് തന്നെയാണ്? ടു സപ്ലൈ ഗ്യാസ് സപ്ലൈ ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി 6ാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ് ആണ് കേട്ടോ. എന്താണ് സെക്കൻഡറി എക്യുപ്മെന്റ്? എന്താണ് സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ മെഡിക്കൽ ഭാഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കൺസ്യൂം ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ, അതിനെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ്. നമ്മൾ തുടക്കം പറഞ്ഞില്ലേ, മെഡിക്കൽ ഗ്യാസ് നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ ശരീരത്തിലോട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? ഒന്നുകിൽ മാസ്കുകൾ മുഖേനയാവാം, അല്ലെങ്കിൽ നെക്സ്റ്റ് കാനുല വഴിയാവാം, വെന്റിലേറ്റർ മെഷീനിലൂടെ ആവാം. അപ്പൊ ഈ പറയുന്ന കാനുല, വെന്റിലേറ്റർ മെഷീനുകള്, മാസ്കുകള്, അതൊക്കെയാണ് ഇത് സെക്കൻഡറി എക്യുപ്മെന്റ് അല്ലെ. അതായത് നമ്മൾ ഈ മെഡിക്കൽ വാഹനത്തിന്റെ മെഡിക്കൽ ഗ്യാസിനെ കൺസ്യൂം ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളെയാണ് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും കമ്പോണന്റുകൾ മനസ്സിലായപ്പോ അതൊന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഒന്നാമത്തെ എന്താണ്? സോഴ്സസ് ഓഫ് സപ്ലൈ അല്ലെ. ഒരു സോഴ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമുക്കറിയാം സോഴ്സ് കിട്ടി, ഇത് എന്ത് ചെയ്യുന്നത്? പൈപ്പിങ്ങിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണ്? എന്റെ റോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് ദ സെൻട്രൽ ആൻഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇനി ഓക്കെ, അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, പൈപ്പിലൂടെ കടത്തിവിടുമ്പോൾ വെറുതെ കടത്തിവിടാൻ പറ്റില്ല, അതിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യണം. അതിനായിട്ടുള്ള കമ്പോണന്റ് ഏതാണ്? വാൽവുകളാണ്. ചിലപ്പോൾ വാൽവ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ദ ഫ്ലോ മെത്തേഡ്. ഓക്കെ, ഇനി നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ കടന്നു പോകുന്നു, എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മോണിറ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് കമ്പോണന്റ് അവിടെ ഉള്ളത്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. അതിന്റെ പർപ്പസ് എന്താണ്? ടു മോണിറ്റർ അല്ലെ, മോണിറ്റർ ദ ഫ്ലോ അല്ലെ, മോണിറ്റർ ഫ്ലോ മോണിറ്റർ ചെയ്യാനായിട്ടാണ് വാർണിംഗ് അലാം സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത്. പിന്നെ 5ാമത്തെ എന്താണ്? ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്. ഔട്ട്ലെറ്റ് ഇൻലെറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ടു സപ്ലൈ ദ ഗ്യാസസ്. ഫൈനലി നമ്മൾ മെഡിക്കൽ ഗ്യാസ് കൺസ്യൂം ചെയ്യുന്ന എക്യുപ്മെന്റ്സുകളാണ്. അതിന് നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി എക്യുപ്മെന്റ്സ്. അതും മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് 6 കമ്പോണന്റുകള്: സോഴ്സസ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്, വാൽവ്സ്, വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്, ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ്, ആൻഡ് ഫൈനലി സെക്കൻഡറി എക്യുപ്മെന്റ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് അതിന്റെ ആ സ്ട്രക്ചറിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് പിക്ചർ എടുക്കട്ടെ കേട്ടോ. പിക്ചർ എടുക്കലേ മനസ്സിലാകും. വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ പിക്ചർ കണ്ടോ? പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു ഔട്ട്ലൈൻ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പിക്ചർ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഈസിയായിട്ട് കിട്ടും നമുക്ക് കേട്ടോ. ഇതൊരു ഔട്ട്ലൈൻ ആണ്, ഒരു എക്സ്റേ പോലെയുള്ളൊരു ചിത്രമാണ് കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഒരു ഫ്രെയിം വർക്ക് ആണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഈ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇവിടെ ഒരു ടാങ്കും അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സിലിണ്ടറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. കണ്ടോ, ഇവിടെ കുറെ സിലിണ്ടറുകളൊക്കെ ഇരിക്കുന്നുണ്ട്, 2 സിലിണ്ടറുകളായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്തോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ എങ്കിലും കണ്ടോ ഇവിടെയൊക്കെ ചെറിയൊരു ബോക്സുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാണ് അതുപോലെ നമുക്ക് ഇവിടെ വാൽവുകളൊക്കെ കാണാം കണ്ടോ. ഇവിടെ കുറച്ച് വാൽവുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പൈപ്പ് ലൈൻ നെറ്റ്വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ നിന്ന് ഈ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത് എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ വിവിധ ഏരിയകളിലോട്ട് അതിന്റെ സപ്ലൈ നടത്തുന്നുണ്ട്. ഏതൊക്കെ ഏരിയകളാണെന്ന് അറിയില്ല, എങ്കിലും ചിലപ്പോൾ വാർഡുകളുണ്ട്, ഏതൊക്കെ വാർഡായിരിക്കാം, വാർഡ്,
അതുപോലെ ICU അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ലേബർ റൂമോ സർജിക്കൽ റൂമോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഏരിയകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഈ പറയുന്ന ഓരോ ഏരിയകളിലേക്കും ഇവിടെ നിന്ന് തുടങ്ങുന്ന പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ എത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെയുള്ള വാളുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഓരോ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ കേട്ടോ. ഓക്കെ, ഇതൊരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ക്യാമ്പ് സിസ്റ്റത്തിന്റെ പിക്ചറാണ്. ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ഇനി നോക്കിയേ നിങ്ങള് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സോഴ്സസ് ആണ് കേട്ടോ. എന്താണ് സോഴ്സസ്? സോഴ്സസിനെ പറ്റി എന്താണ് പറയുന്നത് നോക്കിയേ. സോഴ്സസ് ആർ ദ റിസർവ്സ് that generate the flow of medical gases through the piping networks like the manifold systems. അതായത് ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് നോക്കിയേ, ഇവിടെ സോഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ആ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? These are the reserves that generate the flow of medical gases through piping networks like the manifold systems. മാനിഫോൾഡ് സിസ്റ്റംസ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴിയായിട്ട് എന്താണ് മെഡിക്കൽ വാതക വിതരണം, മെഡിക്കൽ ഗ്യാസുകളുടെ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യുന്ന, ജനറേറ്റ് ചെയ്യുന്ന, ആ ഒരു മെഡിക്കൽ ഗ്യാസുകളുടെ ഫ്ലോയിനെ ജനറേറ്റ് ചെയ്യുന്ന അത്തരം ശേഖരങ്ങള്, റിസർവുകളെയാണ് സോഴ്സസ്. അതങ്ങനെയൊന്നും പറയില്ല. സോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ആ മെഡിക്കൽ ഗ്യാസിന്റെ ടാങ്ക് ആണെങ്കിൽ ടാങ്ക് ആയിട്ട് ഇവിടെ ഒരു തന്നിട്ടുള്ളൂ, ഒരുപാട് ഉണ്ടാവുക, ഇതൊരു സോഴ്സ് ആണ്. അതിപ്പോ ഏത് ഗ്യാസ് വേണമെങ്കിലും ഓക്സിജനോ കാർബൺ ഡയോക്സൈഡോ എന്തെങ്കിലും ആവട്ടെ, ഇതൊരു സോഴ്സ് ആണ് അല്ലെ. ഓക്കെ, അത്രയേ ഉള്ളൂ. സോഴ്സ് എന്ന് പറഞ്ഞാൽ മാനിഫോൾഡ് സിസ്റ്റംസ് പോലെയുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകളുടെ മെഡിക്കൽ വാതകങ്ങളുടെ ഫ്ലോ ഉണ്ടാക്കാനായിട്ട്, ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ റിസർവോയറുകളെയാണ് സോഴ്സസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സംശയം, എന്താണ് ഈ മാനിഫോൾഡ് സിസ്റ്റം? അങ്ങനെ ഒരു വാക്കിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. എന്താണ് ഈ മാനിഫോൾഡ് സിസ്റ്റം? നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതാണ് മാനിഫോൾഡ് സിസ്റ്റം. ഓക്കെ, പിക്ചർ കാണുന്നുണ്ടാവും. പിക്ചർ കാണുന്നില്ലേ? ഈ സംഭവമാണ് എന്ത് നമ്മുടെ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് പ്രത്യേകം സജ്ജീകരിച്ച് നമ്മുടെ വാതകങ്ങൾ ശേഖരിച്ചു വെക്കുന്ന ഈ ഒരു സ്ഥലം, ഇത് നമ്മുടെ സോഴ്സ് ആണ്. ആ സോഴ്സിനോട് അനുബന്ധിച്ചുള്ള ഒരു ഭാഗം തന്നെയാണ് എന്ത് മാനിഫോൾഡ്. അതൊരു വേറെ ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റില്ല. സോഴ്സിനോട് അനുബന്ധിച്ച് തന്നെ വരുന്ന ഒരു ഭാഗമാണ് മാനിഫോൾഡ് സിസ്റ്റം. ഈ ഒരു പിക്ചറാണ്, ഈ ഒരു ഭാഗമാണ് മാനിഫോൾഡ് സിസ്റ്റം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രത്യേകം സജ്ജീകരിച്ച് വ്യത്യസ്തമായിട്ടുള്ള വാതക സിലിണ്ടറുകൾ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഈ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലൂടെയുള്ള ആ ഒരു ഗ്യാസിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ കൺട്രോൾ പാനൽ ഉണ്ട്. അത് നമുക്ക് അടുത്തേക്ക് കാണിക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയൊരു ബോക്സ് പോലെ ഇവിടെ കാണാം അല്ലെ. കൺട്രോൾ പാനൽ ഉണ്ട്. അതുപോലെ തന്നെ ആ ഫ്ലോയുടെ ആ പ്രഷർ റെഗുലേറ്റ് ചെയ്യാനുള്ള പ്രഷർ റെഗുലേറ്റേഴ്സുകള്, കൺട്രോൾ പാനലുകള്, പിന്നെ അലാം സംവിധാനങ്ങള്, പിന്നെ വാൽവുകള്, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയിട്ടല്ല എങ്കിലും കണ്ടോ, പല പല വാതക സിലിണ്ടറുകൾ കാണാം. പൈപ്പിംഗ് നെറ്റ്വർക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പ്രഷർ കൺട്രോൾസ് അല്ലെ, പ്രഷർ റെഗുലേറ്ററുകൾ ഉണ്ട്, കൺട്രോൾ പാനലുകൾ കാണാം അല്ലെ. അതുപോലെ ഇവിടെ ധാരാളം വാൽവുകളും മറ്റും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, പൈപ്പ് ലൈൻ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനല്, പിന്നെ മോണിറ്ററിംഗ് സംവിധാനങ്ങള്, വാർണിംഗ് അലാം സംവിധാനങ്ങള്, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് നോക്കാം. Manifold system. It contains high pressure cylinders on two banks. One is a backup to the other. Besides, the control panel is installed for the primary and secondary regulations, pressure regulators and warning lamps. അതായത് പിക്ചറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ ടു ബാങ്ക്സ്. രണ്ട് ബാങ്കുകളിലാണ്, രണ്ട് ബാങ്ക് എന്ന് വെച്ചാൽ രണ്ട് ബാങ്ക് അല്ല, ബാങ്ക്, രണ്ട് ബാങ്ക് മീൻസ് രണ്ട് സിസ്റ്റത്തിലായിട്ട് നിങ്ങൾക്ക് ഹൈ പ്രഷർ സിലിണ്ടറുകൾ കാണാൻ പറ്റും. ഇതൊരു ബാങ്കാണ്, അതിനെന്ത് കണ്ടോ ഹൈ പ്രഷർ രണ്ട് സിലിണ്ടറുകൾ. ഇത് മറ്റൊരു ബാങ്കാണ്, രണ്ടാമത്തെ ബാങ്കാണ്, രണ്ടാമത്തെ സിസ്റ്റം ആണ്. അതിനകത്തും ഹൈ പ്രഷർ സിലിണ്ടറുകൾ. ഈ രണ്ടെണ്ണം വെച്ചാണ് കാണുന്നത്. ഇതൊരു സിസ്റ്റം ആണ്, ഇത് രണ്ടാമത്തെ സിസ്റ്റം. കണ്ടോ,
അതുപോലെ ഇതൊരു സിസ്റ്റം, ഇതൊരു ബാങ്ക്, ഇതൊരു ബാങ്ക്. ബാങ്ക് മിക്സ് സിസ്റ്റം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഹൈ പ്രഷറിൽ എന്താണ് രണ്ട് ബാങ്കുകളിലായിട്ട്, രണ്ട് സിസ്റ്റത്തിലായിട്ട് നിങ്ങൾക്ക് സിലിണ്ടേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. അതില് വൺ ബാങ്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ബാക്കപ്പ് ടു ദ അതർ ആണ് കേട്ടോ. അതായത് ഒരെണ്ണം എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബാക്കപ്പ് ടു ദ അതർ ആണ്. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്? അതായത് അറ്റ് എ ടൈമില് ഒരു സമയം നമുക്ക് ഒരു സിസ്റ്റത്തിലൂടെയുള്ള ഗ്യാസിനെ മാത്രമേ നമുക്ക് പൈപ്പ് ലൈനിലൂടെ കടത്തിവിടാൻ പറ്റുള്ളൂ. രണ്ട് സിസ്റ്റത്തിൽ നിന്ന് ഒരുമിച്ച് നമുക്ക് പൈപ്പ് ലൈൻ ഗ്യാസ് നമുക്ക് പൈപ്പ് ലൈനിലേക്ക് കടത്താനായിട്ട് പറ്റില്ല. ഇപ്പൊ ആദ്യം ഇപ്പൊ ഈ ഒരു സിസ്റ്റം വിചാരിക്കും, ഇതൊരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസിനെയാണ് നമുക്ക് അറ്റ് എ ടൈമിൽ, ഒരു പർട്ടിക്കുലർ ടൈമില്, അതായത് ഒരു സമയത്ത് നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസിനെ മാത്രമാണ് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ നമുക്ക് കടത്തിവിടാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചു എന്ന് വിചാരിക്കും, അപ്പൊ നമുക്ക് ബാക്കപ്പ് വെക്കണം അവിടെ, മറ്റു സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. പിന്നെ എന്തെങ്കിലും കാരണവശാൽ ഈ സിസ്റ്റത്തിലുള്ള ഗ്യാസ് നമുക്ക് കടത്തിവിടാൻ, അല്ലെങ്കിൽ പൈപ്പ് ലൈനിലേക്ക് കടത്തിവിടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ സിസ്റ്റത്തിലെ സിലിണ്ടറുകൾ കൊണ്ട് യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അതിലൂടെ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളൊരു പ്രിക്കോഷന് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ബാങ്കുകളിൽ, രണ്ട് സിസ്റ്റത്തിലായിട്ടാണ് നമ്മൾ ഹൈ പ്രഷർ സിലിണ്ടറുകളെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൺ ഈസ് എ ബാക്കപ്പ്, ഒരെണ്ണം മറ്റൊന്നിനെ ബാക്കപ്പ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു സിസ്റ്റത്തിലൂടെയുള്ള ഈ പറയുന്ന മെഡിക്കൽ വാതക വിതരണത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, മെഡിക്കൽ വാതകം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കും, ഒരു ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കും. ഇതിനു പുറമെ എന്തൊക്കെയാണ്? ദ കൺട്രോൾ പാനൽ ഈസ് ഇൻസ്റ്റാൾഡ് ഫോർ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി റെഗുലേറ്റേഴ്സ്. പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സിസ്റ്റത്തിലുള്ള സിലിണ്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത് പ്രൈമറി റെഗുലേറ്റർ ആണെങ്കിൽ, രണ്ടാമത്തെ സിസ്റ്റത്തിലുള്ള സിലിണ്ടറുകളെ കൈകാര്യം ചെയ്യുന്നത് സെക്കൻഡറി റെഗുലേറ്റേഴ്സ് ആണ്. അപ്പോ ഈ പറയുന്ന പ്രൈമറി സെക്കൻഡറി റെഗുലേറ്റേഴ്സിന് ആയിട്ടുള്ള കൺട്രോൾ പാനൽ പിക്ചറിൽ കാണാം. ഇതൊക്കെ കൺട്രോൾ പാനൽ ഉണ്ട് കണ്ടോ, ഇങ്ങനെയുള്ള കൺട്രോൾ പാനലുണ്ട്. പിന്നെ എന്താണ്, പ്രഷർ റെഗുലേറ്റേഴ്സ് ആൻഡ് വാർണിംഗ് ലാംപ്സ്. പിക്ചർ നമുക്ക് ക്ലിയർ അല്ല, പക്ഷെ അവിടെ പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ട്, പിന്നെ വാർണിംഗ് അലാം സംവിധാനങ്ങളുണ്ട്. സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മാനിഫോൾഡ് സിസ്റ്റം മറന്നു പോവില്ലല്ലോ, ഈ ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി കേട്ടോ. അത് സോഴ്സിന്റെ തന്നെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ആ കമ്പോണന്റ് നമ്മുടെ കഴിയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പൈപ്പിംഗ് നെറ്റ്വർക്കുകളെ പറ്റിയിട്ടാണ്. പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണ്? അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. ഓക്കെ, മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ടു പ്രൊവൈഡ് ഗ്യാസ് ഓർ വാക്വം അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് ടെർമിനൽ യൂണിറ്റ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസുകൾ, അതുപോലെ തന്നെ വാക്വം, ഇതെല്ലാം തന്നെ നമ്മുടെ എൻഡ് പോയിന്റിലൂടെ, നമ്മുടെ ടെർമിനൽ യൂണിറ്റിലൂടെ നമ്മൾ എത്തിക്കുന്നത് എന്തിലൂടെയാണ്? പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെയാണ് അല്ലെ. എൻഡ് പോയിന്റ് അഥവാ ടെർമിനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മളത് ഉപയോഗിക്കുന്ന ഏരിയ, അതാണ് അവിടുത്തെ ടെർമിനൽ പോയിന്റ്. കണ്ടോ, ഇതൊക്കെ ടെർമിനൽ പോയിന്റുകളാണ്. എൻഡ് പോയിന്റ് ഇവിടെ നിന്ന് ഈ കൊടുത്തു വിടുന്ന വാതകം ഈ പൈപ്പ് ലൈൻ സംവിധാനങ്ങളുടെ ഏത് ഏരിയയിലോട്ടാണോ പോകുന്നത് അവിടുത്തെ ടെർമിനൽ യൂണിറ്റ് കാണുകയാണ് എൻഡ് പോയിന്റ്. എല്ലായിടത്തും കാണാം കേട്ടോ. ഇതൊക്കെ ടെർമിനൽ യൂണിറ്റുകളാണ്. ഓരോ ഏരിയകളിലെ ടെർമിനൽ യൂണിറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങോട്ടേക്ക് ഈ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നുള്ള വാതകത്തിനെ മെഡിക്കൽ ഗ്യാസിനെ കടത്തിവിടുന്നത് എന്തിലൂടെയാണ്? പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതൊന്ന് അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഈ ടെർമിനൽ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. The terminal units may be either wall mounted or pendant mounted. ഈ ടെർമിനൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഈ ടെർമിനൽ യൂണിറ്റുകൾ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, റൂമിലൊക്കെ കാണാം. ഇങ്ങനെയുള്ള ടെർമിനൽ യൂണിറ്റുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ്. വാൾ മൗണ്ടഡ് എന്ന് വെച്ചാൽ എന്താ? ചുമരില് തന്നെയുള്ള വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ ഈ പറയുന്ന പോലെ എന്താണ്, പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ്. അത് പിക്ചർ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യണേ.
ഒരു മിനിറ്റ് കേട്ടോ, പിക്ചേഴ്സ് ഉണ്ടാക്കും. മിനിറ്റ്. ഓക്കെ, ഇത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് ആണ് കേട്ടോ. കണ്ടല്ലോ, കണ്ടിട്ടില്ലേ? വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് ആണ് എന്ന് വെച്ചാൽ ഭിത്തിയിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള തരത്തിലുള്ള ടെർമിനൽ യൂണിറ്റ് ആണ്. ദെൻ അടുത്തത് വരുന്നത് വാൾ മൗണ്ടഡ്, പിന്നെ വെരിറ്റിന്റെ മൗണ്ടഡ്. ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാമോ? ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇത് ഓപ്പൺ അറിയില്ല. ചോദിക്കില്ല, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ.
ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. പിക്ചർ ഒന്ന് കാണിച്ചു തരാം. പിക്ചർ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഓപ്പൺ ആവുന്നില്ല. ഒരു മിനിറ്റ് കേട്ടോ, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, കണ്ടോ? ഇതാണ് ഫ്രണ്ട് ആൻഡ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റ് കേട്ടോ. ഓക്കെ ആണല്ലോ. നേരത്തെ കണ്ടത് വാൾ മൗണ്ടഡ് ആയിട്ടാണ്. ഇത് പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള എന്താണ് ടെർമിനൽ യൂണിറ്റ് ആണ്. എന്തുകൊണ്ട് നമ്മൾ പെൻഡന്റ്, നമുക്ക് കഴുത്തിലിടുന്ന മാലകൾ പെൻഡന്റ് എന്നൊക്കെ പറയാം അല്ലെ? അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് സസ്പെൻഡഡ് ഫ്രം എ സീലിംഗ് യൂസിങ് എ മെക്കാനിക്കൽ ആണ് അല്ലെ? നമ്മുടെ മുകളിൽ നിന്ന് ഒരു എന്താണ് തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് അല്ലെ? ലൈക്ക് ഒരു യൂസിങ് എ മെക്കാനിക്കൽ ആണ് ഉപയോഗിച്ചത്. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ICU, ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെയൊക്കെയുള്ള ഏരിയകളില് ഇത്തരത്തിലുള്ള പെൻഡന്റ് മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റുകളാണ് ഉപയോഗപ്പെടുന്നത്. കണ്ടോ? ഇതാണ് അവിടുത്തെ ടെർമിനൽ യൂണിറ്റ് കണക്ട് ചെയ്താൽ മതി കേട്ടോ. മറ്റേതെന്ന് പറയുന്നത് എന്താണ്? വാൾ മൗണ്ടഡ് ആണ് കേട്ടോ. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള എന്താണ് ടെർമിനൽ യൂണിറ്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി
പിക്ചർ എളുപ്പം മനസ്സിലാവില്ല. അത്രയാണ് അവിടെ പറയുന്നത്. ടെർമിനൽ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലുണ്ട്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റുകളുണ്ട്, പെൻഡൻ മൗണ്ടഡ് ആയിട്ടുള്ള ടെർമിനൽ യൂണിറ്റുകളും ഉണ്ട്. ഇനി എന്താണ്? ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് ദ പൈപ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് ഉപയോഗിക്കുന്നത്, ചെമ്പാണ്. ചോദിച്ചു കണ്ടിട്ടുണ്ട് പൈപ്പിംഗ് നെറ്റ്വർക്കുകളിലെ പൈപ്പ് മേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മെറ്റൽ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് ദ പൈപ്സ്. ഈ പൈപ്പ് ഉണ്ടാക്കാനായിട്ട് ഹൈ ക്വാളിറ്റി കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. Moreover, pipes should be protected against physical damage and pollution and color coded in keeping with the gas tank. അത് കൂടാണ്ട് നമ്മൾ ഈ പൈപ്പുകൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊറോഷൻ, തേയ്മാനങ്ങളോ നാശങ്ങളോ ഒക്കെ വരുന്നതിൽ നിന്നും ഈ പൈപ്പുകൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഹൈ ക്വാളിറ്റി കോപ്പർ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഈ പൈപ്പിംഗ് സംവിധാനങ്ങളിലൂടെ മെഡിക്കൽ ഗ്യാസുകൾ കടത്തിവിടുമ്പോൾ അതിൻ്റെതായ ഒരു കളർ വെച്ച് നമ്മൾ കോഡ് ചെയ്തിരിക്കും. അത് ഏത് ഗ്യാസ് ആണ് ഇതിനുള്ളിലൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് അറിയണം അല്ലെ. കളർ കോഡ് നമുക്ക് വേറെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗ്യാസിന്റെ ഒരു കളർ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അതില് കോഡ് ചെയ്തിരിക്കും. ഓക്കെ ആണോ? പൈപ്പിംഗ് നെറ്റ്വർക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? നെക്സ്റ്റ് നമുക്കുള്ളത് വാൽവുകളാണ് കേട്ടോ. വാൽവ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസസ് അല്ലെ. ആ ഗ്യാസസിന്റെ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാൽവുകൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ വാൽവുകൾ ഈ പറഞ്ഞ രണ്ട് ടൈപ്പുകളാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, നോക്കുക. there are two types of valve. രണ്ട് ടൈപ്പ് വാൽവുകളുണ്ട്. ഇതൊക്കെയാണ് സോൺ വാൽവ് ആൻഡ് സർവീസ് വാൽവ്. ഇതാണ് സോൺ വാൽവ് ആൻഡ് സർവീസ് വാൽവ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ സോൺ വാൽവ് എന്ന് പറയുന്ന സോണൽ ഏരിയ എന്നൊക്കെ നമ്മൾ പറയുന്നത് വലിയ വലിയ ഏരിയകൾ തമ്മിൽ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്ന വാൽവുകളാണ് സോൺ വാൽവ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കുക, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് ദ സിസ്റ്റം. ദാറ്റ് ഈസ് റൂംസ് ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് റിപ്പയർ. അതായത് നമുക്ക് എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ആയിട്ടുള്ള വലിയ വലിയ റൂമുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ വലിയ വലിയ ഭാഗങ്ങള്, ലാർജ് പാർട്സ് ഓഫ് ദ സിസ്റ്റത്തിനെ ഐസോലേറ്റ് ചെയ്യണം, അവയെ തമ്മിൽ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഹോസ്പിറ്റലില് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്, ICU ഉണ്ട്. രണ്ട് വ്യത്യസ്ത ഏരിയകളാണ് അല്ലെ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്, അതുപോലെ തന്നെ നമ്മുടെ ICU എന്ന് പറയുന്നത് മറ്റൊരു വലിയ ഏരിയയാണ് അല്ലെ. ഈ രണ്ട് ഏരിയകളിലേക്കുള്ള ഗ്യാസിന്റെ ആ ഒരു വിതരണം നമുക്ക് കൺട്രോൾ ചെയ്യും. നമ്മൾ ആ രണ്ട് ഏരിയകളെ തമ്മിൽ പരസ്പരം നമ്മൾ കണക്ട് ചെയ്യുന്നത് സോൺ വാൽവുകളിലൂടെ ആയിരിക്കും. മനസ്സിലായ? സിസ്റ്റത്തിന്റെ വലിയ വലിയ ഏരിയകളെ തമ്മിൽ പരസ്പരം ഐസോലേറ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോൺ വാൽവുകളാണ്. പക്ഷെ വലിയ വലിയ സോണുകളാണ് റിപ്പയർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഉള്ള ലാർജർ പാർട്സ് ഓഫ് ദ സിസ്റ്റത്തിനെ ഐസോലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സോൺ വാൽവുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണ്? സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൽവ്സ് ആൻഡ് ഷുഡ് ബി ലേബിൾഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. അതുകൊണ്ട് തന്നെ സോൺ വാൽവുകൾ നമ്മൾ പൊതുവെ കോറിഡോർ വാൽവ്സിലാണ്. കോറിഡോർ എന്ന് വെച്ചാൽ ഇടനാഴികളുള്ള അർത്ഥമാണ്. അതായത് രണ്ട് വലിയ ഏരിയകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് കോറിഡോർ ഉണ്ടാവുമല്ലോ, ഇടനാഴി അല്ലെങ്കിൽ കോറിഡോർ വാളുകൾ, അവിടെയായിരിക്കും നമ്മൾ സോൺ വാൽവുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അത് മാത്രമല്ല, ആ സോൺ വാൽവിനകത്ത് ഏത് ഏരിയയിലേക്കുള്ള ഗ്യാസിനെയാണോ അവർ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ഏരിയയിലേക്കുള്ള ഫ്ലോ ഓഫ് ഗ്യാസിനെയാണോ അവർ കൺട്രോൾ ചെയ്യുന്നത്, കൃത്യമായിട്ട് ആ സോൺ വാൽവിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ടാവും, ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പറഞ്ഞു മനസ്സിലായോ? ഇവ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ഏരിയയുണ്ട്, ICU ഏരിയ ഉണ്ട്. ഓക്കെ, രണ്ട് വ്യത്യസ്ത ഏരിയകളാണ്. അപ്പൊ ഇവയും രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു കോറിഡോർ വാൽവ്സ് ഉണ്ടെങ്കിൽ അത്തരം കോറിഡോർ വാൽവുകളിലാണ് സോൺ വാൽവുകൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആ സോൺ വാൽവിൽ എഴുതിയിട്ടുണ്ടാവും അതിനകത്ത് ഏത് വാൽവാണ് ICUയിലേക്കുള്ള ഗ്യാസിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നത്, ICU എന്ന് പറഞ്ഞ് അവർ ലേബൽ ചെയ്ത് വെക്കും. ഇനി ഓപ്പറേഷൻ തിയേറ്ററിലേക്കുള്ള മെഡിക്കൽ ഗ്യാസിന്റെ ഫ്ലോനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അത് ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ള രീതിയിൽ അവിടെ ലേബൽ ചെയ്ത് വെക്കും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ അതാണ് അവിടെ പറയുന്നത്. വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൽവ്സ് ആൻഡ് ഷുഡ് ബി ലേബിൾഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. ഫർദർമോർ, ഇനി സർവീസ് വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ്
certain parts of the system for modification and repair. അതായത് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ചില ഭാഗങ്ങൾ, അതായത് certain parts of the system, ഏതെങ്കിലും certain parts മോഡിഫൈ ചെയ്യാനോ റിപ്പയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങളെ ഐസോലേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായി? സർവീസ് വാൽവ് പറയുമ്പോൾ എന്താണ്? ചെറിയ ചെറിയ ഭാഗങ്ങളെ, ചെറിയ ചെറിയ ഏരിയകൾ തമ്മിൽ പരസ്പരം എന്താണ് ഐസോലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം സർവീസ് വാൽവുകൾ ഉപയോഗിക്കും. Therefore, they are accessible by the clinical staff. ഈ സർവീസ് വാൽവുകൾ എന്ന് പറഞ്ഞത് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആണ്. എന്നുവെച്ചാൽ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് സർവീസ് വാൽവുകളാണ്. അതേസമയം സോൺ വാൽവുകൾ ആർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല? ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് നേരിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് വേറെ പറയുന്ന മാനിഫോൾഡ് ഓപ്പറേറ്റർമാർക്ക് ആവശ്യമായിട്ട് വരും. അതേസമയം സർവീസ് വാൽവുകളാകുമ്പോൾ അത് നേരിട്ട് എന്താണ് ആക്സസിബിൾ ബൈ ദ ക്ലിനിക്കൽ സ്റ്റാഫ്. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഡാഷ് വാൽവ്സ് ആർ ആക്സസിബിൾ ബൈ ദ ക്ലിനിക്കൽ സ്റ്റാഫ്. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാൽവുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് സർവീസ് വാൽവുകളാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയ വാൽവുകളെ പറയാനേ പറ്റുള്ളൂ. ഞാൻ ബാക്കി ഭാഗങ്ങൾ കൂടെ ആ കമ്പോണന്റ് കംപ്ലീറ്റ് ചെയ്തെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ പിക്ചർ എടുക്കാനായിട്ട് സമയം പോയപ്പോൾ നേരത്തെ എടുത്തപ്പോ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമാണെന്നൊക്കെ തോന്നി. സമയം കുറച്ച് പോയി. അല്ലെങ്കിൽ കമ്പോണന്റ് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് കൂടെ കഴിഞ്ഞ് പിന്നെ ഈസിയാണ്. ഈ കമ്പോണന്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ എടുക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസ് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ക്ലിയർ ആണ്. ഓക്കെ ആണ്. അപ്പൊ ശരി കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. വായിക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am.